ഓക്കെ സോ ഹായ് ഓൾ വെൽക്കം ടു ACB അക്കാഡമി. എല്ലാവർക്കും ACB അക്കാഡമി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമുക്കിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നതാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ ആണ് അല്ലേ. ലേറ്റസ്റ്റ് നമുക്കിപ്പോൾ ഏറ്റവും ആകാംക്ഷയോടെ നമ്മൾ കാത്തിരുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ. അപ്പോൾ എല്ലാവർക്കുമുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സംശയം, എല്ലാവരും കമ്പനി ബോർഡിന്റെ പുറകെ പോകുമ്പോഴത്തേക്ക് നമ്മൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അത്ര പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ട കാര്യമുണ്ടോ, അല്ലെങ്കിൽ ഇത്രയും വേക്കൻസീസ് കമ്പനി ബോർഡ് പോലുള്ളതിലേക്കൊക്കെ ഇത്രയും വേക്കൻസീസ് വരുമ്പോഴത്തേക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന് വേണ്ടി നമ്മൾ പഠിക്കേണ്ട കാര്യം അല്ലെങ്കിൽ അതിന്റെ പ്രസക്തിയാണ് എന്തുകൊണ്ട് നമ്മൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന് വേണ്ടി പഠിക്കണം, നിയമനങ്ങൾ കുറവാണോ, അതിൽ എത്രത്തോളം സത്യാവസ്ഥയുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. പക്ഷെ ആദ്യം തന്നെ നമ്മൾ പറയുന്ന ഒരു കാര്യം, ഡിഗ്രി ലെവൽ എക്സാംസ് എത്രയൊക്കെ മാറിയും തിരിഞ്ഞും വന്നു എന്നൊക്കെ പറഞ്ഞാലും ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ടാർഗറ്റ് ചെയ്ത് അല്ലെങ്കിൽ കിട്ടണമെന്ന് ഏറ്റവും ആഗ്രഹത്തോടെ കാത്തിരിക്കുന്ന ഡിഗ്രി ലെവൽ പോസ്റ്റുകളിൽ ഒന്നാണ് ഇതെന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ ഈ പറഞ്ഞ വേക്കൻസീസും കാര്യങ്ങളൊക്കെ കുറച്ച് ലിമിറ്റേഷൻസും കാര്യങ്ങളെല്ലാം വരുന്നുണ്ടെങ്കിൽ പോലും ആദ്യം തന്നെ ഞാൻ മുൻകൂറായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, വേക്കൻസി കുറവ് എന്ന് പറഞ്ഞാൽ മാറ്റി നിർത്തേണ്ട ഒരു പോസ്റ്റ് അല്ല യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്നത് അല്ലേ. ഫോർ എക്സാമ്പിൾ നിങ്ങൾ എപ്പോഴും ഈ പറയുന്ന പോലെ എന്തുകൊണ്ട് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന് വേക്കൻസി കുറവ് എന്നുള്ളൊരു നെറേറ്റീവ് വരുന്നു എന്ന് ചോദിച്ചാൽ, നമ്മൾ ഇപ്പോൾ നിലവിൽ അത് കമ്പനി ബോർഡുമായിട്ട് കമ്പയർ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ്. നമ്മൾ എപ്പോഴും പറയുന്നത് കമ്പനി ബോർഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് വേറൊരു ലീഗാണ്. ഓക്കെ, കമ്പനി ബോർഡുമായിട്ട് കമ്പയർ ചെയ്ത് പറയുമ്പോൾ മാത്രമാണ് നമുക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിൽ വേക്കൻസി കുറവ് എന്ന് പറയുന്നൊരു സംഭവം വരുന്നത്. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ ഡിഗ്രി ലെവൽ എക്സാംസ് നോക്കാമെന്നുണ്ടെങ്കിൽ കമ്പാരിറ്റീവ്ലി നല്ല രീതിയിൽ വേക്കൻസീസ് വരുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് ഇതെന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. ഏതുമായിട്ട് കമ്പയർ ചെയ്താലും കമ്പനി ബോർഡുമായിട്ട് കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല അല്ലേ. അപ്പോൾ കമ്പനി ബോർഡ് അവിടെ നിൽക്കുമ്പോൾ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നമ്മൾ എന്തുകൊണ്ട് പ്രയോറിറ്റി കൊടുക്കണം, അല്ലെങ്കിൽ എന്തുകൊണ്ട് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് ചോദിച്ചാൽ ആ ജോലിയുടെ സാധ്യതകൾ തന്നെയാണ് നമ്മൾ ആദ്യം എന്ത് ചെയ്യേണ്ടത്, അറിഞ്ഞിരിക്കേണ്ടത്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ കേരളത്തിലേക്ക് വരുന്ന ഏകദേശം 13ഓളം പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിലേക്കുള്ള അസിസ്റ്റന്റ് പോസ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾക്ക് ഒരു സംശയം കാണും, കേരളത്തിൽ ഇത്രയും യൂണിവേഴ്സിറ്റികൾ വരുന്നുണ്ട്, അത് ചിലപ്പോൾ ഇപ്പോൾ കേരള ആയിരിക്കും, അല്ലെങ്കിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി ആയിരിക്കും, MG ആയിരിക്കാം. എല്ലാവർക്കും ഉള്ള ഒരു സംശയം, യൂണിവേഴ്സിറ്റി മാറുന്നതനുസരിച്ച് ശമ്പളത്തിൽ വ്യത്യാസം വരുന്നുണ്ടോ എന്നുള്ളതാണ് പലർക്കും വരുന്നൊരു സംശയം അല്ലേ. അപ്പൊ നിങ്ങൾ അറിയേണ്ട കാര്യം, യൂണിവേഴ്സിറ്റി ഏതായാലും നിങ്ങളുടെ ബേസിക് പേ എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ്. ബേസിക് പേക്കകത്ത് നിങ്ങൾക്ക് യാതൊരു വ്യത്യാസങ്ങളും വരുന്നില്ല. പിന്നെ HR നിങ്ങൾക്ക് ആകെ വ്യത്യാസം വരുന്നതെന്ന് പറയുന്നത് ഈ ഹൗസ് റെന്റൽ അലവൻസിൽ മാത്രമാണ്. അത് നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾ അറിയേണ്ട കാര്യം, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്നത് ഇത്രയും യൂണിവേഴ്സിറ്റികളിലേക്കുള്ള അസിസ്റ്റന്റ് പോസ്റ്റ് നിയമനങ്ങളാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, വരുന്നത്. എത്രയാണ് ഇതിന്റെ സാലറി? നമ്മൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ചൂസ് ചെയ്യുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിന്റെ സാലറി തന്നെയാണ്. കാരണം ബേസിക് പേ എന്ന് പറയുന്നത് തന്നെ എത്രയാണ്, ബേസിക് പേ എന്ന് പറയുന്നത് തന്നെ ഏകദേശം 39,300 രൂപയാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന് നിങ്ങളുടെ ബേസിക് പേ എന്ന് പറയുന്നത്. 39,300 രൂപയാണ്, 83,000 വരെ പോവും അല്ലെ. അപ്പൊ ബേസിക് പേ എന്ന് പറയുന്നത് 39,300 രൂപയാണ്. പിന്നെ നമുക്കറിയില്ല HRA എന്ന് പറയുന്ന ഹൗസ് റെന്റൽ എന്താണ്, ഹൗസ് റെന്റൽ അലവൻസ് ആണ്. ഹൗസ് റെന്റൽ അലവൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അറിയേണ്ട കാര്യം, ഇത് ഓരോ യൂണിവേഴ്സിറ്റിയിലും എന്താണ് വ്യത്യസ്തമാണെന്നുള്ള അറിഞ്ഞിരിക്കുക. ഓക്കെ, ഓരോ യൂണിവേഴ്സിറ്റിയിലും HRA എന്താണ് വ്യത്യസ്തമാണ്. 4% മുതൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, 4% മുതലാണ് നിങ്ങൾക്ക് എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്, HRA സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ പ്രധാനപ്പെട്ട ചില യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി, അതുപോലെ കുസാറ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിയമനം ലഭിക്കുന്നത് കണ്ണൂർ യൂണിവേഴ്സിറ്റി, കേരള അല്ലെങ്കിൽ കുസാറ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഹൗസ് റെന്റൽ അലവൻസ് എന്ന് പറയുന്നത് ഏകദേശം അതിന്റെ 10%. അത് 3,930 രൂപയാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നത്, ഈ പറയുന്നത് പോലെ നിങ്ങൾക്ക് ഈ പറഞ്ഞ HRA കിട്ടുക. ഏതൊക്കെ യൂണിവേഴ്സിറ്റി, കുസാറ്റ്, കേരള യൂണിവേഴ്സിറ്റി, കണ്ണൂരൊക്കെയാണ് വരുന്നത്. 4% മുതൽ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലെ. DA എത്രയാണ് നിലവിൽ? DA ഈ പറയുന്ന പോലെ നേരത്തെ 15% എന്നുള്ളത് 18 ആക്കുന്നു എന്നൊക്കെ നമ്മൾ കണ്ടിരുന്നു അല്ലെ, 18%. പക്ഷെ 18 അല്ല, നിലവിൽ എത്രയാണ് കൂട്ടുന്നതായിട്ട് നമ്മൾ അറിഞ്ഞത്, 22% വരെയാണ് കൂട്ടിയായിട്ട് എന്ത് ചെയ്യുന്നത് പറയുന്നത് അല്ലെ. അപ്പോൾ നമുക്ക് കിട്ടുന്ന DA എന്ന് പറയുന്നത് ഏകദേശം 8,466 രൂപ നമുക്ക് എന്ത് കിട്ടും, DA ലഭിക്കും. അപ്പൊ ഇതെല്ലാം കൂടി നമുക്ക് ബേസിക് പേയോടെ ചേർത്തുമ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ കിട്ടാൻ പോകുന്ന മാക്സിമം സാലറി എന്ന് പറയുന്നത്, ഇത് പറഞ്ഞാൽ കേരള യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാലറി ആണ് യൂണിവേഴ്സിറ്റി ആണ് നിങ്ങൾക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ, കുസാറ്റി അല്ലെങ്കിൽ കണ്ണൂരൊക്കെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് കയ്യിലേക്ക് കിട്ടാൻ പോകുന്ന ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് ഏകദേശം 51,876 ആണ്. ഇനി HRA കുറഞ്ഞാലും നിങ്ങൾക്ക് ഈ പറഞ്ഞാൽ 50,000 എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങൾക്ക് താഴെ പോവോ, ഇല്ല. ഏകദേശം 50,000 റേഞ്ചിൽ നിങ്ങൾക്ക് സർവീസിലേക്ക് കയറുമ്പോൾ തന്നെ എന്ത് ചെയ്യാണ്, നിങ്ങൾക്ക് ലഭിക്കുകയാണ്. അടിപൊളിയല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അല്ലെ എന്തുകൊണ്ട് യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്നത് ചോദിച്ചാൽ, ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ഡിഗ്രി ലെവൽ പോസ്റ്റ് തന്നെയാണ് ഇതെന്ന് പറയുന്നത്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. കാരണം അടിപൊളി ജോലിയാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനേക്കാൾ മികച്ചൊരു ജോലിയാണ് എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നതെല്ലാം ഇതുകൊണ്ട് തന്നെയാണ് അല്ലെ. ഇനി നമുക്ക് നോക്കേണ്ടത് ഇതിന്റെ ഒരു പ്രൊമോഷൻ സാധ്യതയാണ്. പ്രൊമോഷൻ സാധ്യത അല്ലെ. അപ്പൊ ഈ പറയുന്ന പോലെ തന്നെ സീനിയർ ഗ്രേഡ് അസിസ്റ്റന്റ് പോസ്റ്റുകളിലേക്കാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ആദ്യഘട്ടത്തിൽ നിയമനം വരുന്നത് അസിസ്റ്റന്റ് ആയിട്ടാണ്.
പിന്നീട് അത് ഈ ഒരു ക്രമത്തിലാണ്: അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ, സെക്ഷൻ ഓഫീസർ, അസിസ്റ്റന്റ് രജിസ്ട്രാർ, ഡെപ്യൂട്ടി രജിസ്ട്രാർ തുടങ്ങി ചെറിയ പ്രായത്തിലേ ജോലിക്ക് കയറുന്ന ഒരാളാണ്, ചെറിയ പ്രായത്തിലെ സർവീസിൽ കയറുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയുടെ ജോയിന്റ് രജിസ്ട്രാർ പോസ്റ്റിലേക്ക് വരാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, എത്താനായിട്ട് പറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രൊമോഷന് വളരെ നല്ല രീതിയിൽ സ്കോപ്പ് ഉള്ള ഒരു ഡിപ്പാർട്ട്മെന്റും കൂടിയാണ് ഏതെന്ന് പറയുന്നത്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് നമുക്ക് ഈ പറഞ്ഞ പോലെ കമ്പനി ബോർഡ് നടക്കുന്നത് അത്ര പെട്ടെന്ന് പ്രൊമോഷൻ നടക്കും എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങൾ ഈ പറയുന്ന പോലെ ചെറിയ പ്രായത്തിൽ കയറുമ്പോൾ സെക്ഷൻ ഓഫീസർ വരെയുള്ള പ്രൊമോഷനൊക്കെ ഈ പറയുന്ന പോലെ കൃത്യമായിട്ടുള്ള ക്രമത്തിൽ നടന്നു പോകുന്ന രീതിയിലുള്ള പ്രൊമോഷൻസ് തന്നെയാണ് ഇവിടെ നടക്കുന്നത്, യൂണിവേഴ്സിറ്റികളിൽ നടക്കുന്നത്. ചെറിയ പ്രായത്തിലാണെന്നുണ്ടെങ്കിൽ ക്രമമായിട്ട് നടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ ജോയിന്റ് രജിസ്ട്രാർ രംഗത്ത് അത്ര സ്പീഡിൽ നടക്കുമെന്നല്ല ഞാൻ പറഞ്ഞത്, കമ്പനി ബോർഡിൽ നടക്കുന്നില്ല എങ്കിൽ പോലും പ്രൊമോഷൻ സാധ്യതകൾ വരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് ഏതെന്ന് പറയുന്നത്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. ജോയിന്റ് രജിസ്ട്രാർക്ക് ആവാൻ പറ്റിയാൽ അറിയാമല്ലോ അല്ലെ, നേരത്തെ പറഞ്ഞ പോലെ 83,000 റേഞ്ചിലാണ് നിങ്ങൾക്ക് എന്ത് വരുന്നത്, ബേസിക് പേ തന്നെ വരുന്നത് ഹയർ പോസ്റ്റുകളിലേക്ക് പോകുമ്പോൾ അല്ലെ. അപ്പൊ അത്രയും ഉയർന്ന ഒരു പ്രൊമോഷൻ സാധ്യത വരുന്ന ഒരു പോസ്റ്റും കൂടിയാണ് ഇതെന്ന് പറയുന്നത്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാമല്ലോ നിയമനങ്ങൾ അല്ലെ. എപ്പോഴും പറയുന്ന കാര്യം, നമ്മൾ എപ്പോഴും വലിയൊരു കൺഫ്യൂഷൻ വരുന്നത്, യൂണിവേഴ്സിറ്റി ഇപ്പോൾ ഒരുപാട് പേര് നിയമനം കുറവാണ്, കമ്പനി ബോർഡ് നോക്കാം, യൂണിവേഴ്സിറ്റി അധികം നിയമനമില്ല, വെറുതെയാണ്. ഞാൻ പറഞ്ഞല്ലോ, കമ്പനി ബോർഡുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട, കമ്പയർ ചെയ്യണ്ട, അത്രയും വേക്കൻസീസ് വേറെ ഒന്നിനകത്തും വരുന്നില്ല. പക്ഷെ കമ്പനി ബോർഡ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഡിഗ്രി ലെവൽ വേക്കൻസീസ് വരാൻ പോകുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് ഇതെന്ന് പറയുന്നത്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്നത് അല്ലെ. കഴിഞ്ഞ ലിസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2022 അല്ലെ നവംബർ 30-നാണ് ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്യുന്നത് വരുന്നത്. റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് എന്താണ്, മാർച്ച് 11, 2024-നാണ്. അതായത് ഏകദേശം മാർച്ച് 2027 വരെ എന്തുണ്ട്, ഈ ഒരു ലിസ്റ്റിന് കാലാവധി ഉണ്ട്. മാർച്ച് 2027 വരെ ഈ ലിസ്റ്റിന് ഏകദേശം എന്ത് വരുന്നുണ്ട്, കാലാവധി വരുന്നുണ്ട്. ഒരു വർഷത്തിന് മേളിൽ ഇനിയും പെൻഡിങ് ആണ്. അപ്പോൾ ഈ ഒരു ടൈമിനിടയ്ക്ക് തന്നെ, അതായത് ലാസ്റ്റ് അഡ്വൈസ് വന്ന കഴിഞ്ഞ മാസം 16-നാണ്, ഈ ഒരു ഗ്യാപ്പിൽ തന്നെ ഏകദേശം 294 അഡ്വൈസുകളാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ലാസ്റ്റ് ലിസ്റ്റിൽ വരുന്നത്. കുറവാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുമോ? ഇല്ല. ഒരു ഡിഗ്രി ലെവൽ പോസ്റ്റ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എന്താണ് 294 എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഡീസന്റ് നമ്പർ ഓഫ് അഡ്വൈസസ് എന്ത് ചെയ്തിട്ടുണ്ട്, പോയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ കമ്പനി ബോർഡ് വരെ ലിസ്റ്റിൽ ഏറ്റവും അവസാനത്തേക്കോ വന്നാലോ കാര്യങ്ങളോ കിട്ടുമെന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, നന്നായിട്ട് പഠിച്ചാൽ, ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഗ്രി ലെവൽ പോസ്റ്റ് തന്നെയാണ് ഇതെന്ന് പറയുന്നത്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്നത് അല്ലെ. സാലറി സ്കെയിൽ നോക്കിയാലും അലവൻസസും കാര്യങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രൊമോഷൻ സാധ്യതകളെല്ലാം നോക്കിയാലും, ഈവൻ ഞാൻ പറയുന്നത് ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കും നമ്മുടെ കമ്പനി ബോർഡ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കാൻ പോകുന്ന ഡിഗ്രി ലെവൽ പോസ്റ്റ് എന്നുള്ള രീതിയിലും എല്ലാം നോക്കിയാലും, ആ ജോലിയുടെ സ്വഭാവം നോക്കിയാലും എല്ലാം നിങ്ങൾ ഉറപ്പായിട്ടും ക്രാക്ക് ചെയ്യേണ്ട, അല്ലെങ്കിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു എക്സാം തന്നെയാണ് ഏതെന്ന് പറയുന്നത്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. അപ്പം പഠിച്ചു തുടങ്ങേണ്ട ടൈം അല്ലേ, നോട്ടിഫിക്കേഷൻ ഒക്കെ ഇങ്ങ് എത്തി. അപ്പോൾ നമ്മൾ ഇനി ഉറപ്പായിട്ടും പഠിച്ചു തുടങ്ങേണ്ട ടൈമാണ്. പക്ഷെ ഞാൻ പറയുന്നു വീണ്ടും, നിങ്ങൾ ഡിഗ്രി ലെവൽ എക്സാംസ് പഠിക്കുമ്പോൾ നമുക്കറിയാലോ, ഇത്രയും ഡിഗ്രി ലെവൽ എക്സാംസ് ഒരുമിച്ച് വന്ന ഒരു വർഷം നിങ്ങൾക്ക് ഈ അടുത്ത് വല്ലതും ഓർമ്മയുണ്ടോ? ഇല്ല അല്ലെ. ഏകദേശം ഈ പറഞ്ഞാൽ 7ഓളം എക്സാമ്പിളാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇത്തവണത്തെ ഡിഗ്രി ലെവൽ 2026-ൽ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാം കൂടെ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു 4200+ വേക്കൻസിയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ഇത്രയും എക്സാമുകളിലൂടെ ഡിഗ്രി ലെവൽ പോസ്റ്റുകളിൽ മാത്രമായിട്ട് നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. വെറുതെ കളയാൻ പറ്റുമോ? നമ്മുടെ ഫോക്കസ് ഈ പറയുന്ന 294 അല്ലെങ്കിൽ മറ്റേ കമ്പനി ബോർഡിലെ 3000 മാത്രമുള്ളതല്ലോ. ഈ 4200 വേക്കൻസീസും കിട്ടുന്ന എല്ലാ എക്സാമുകൾക്കും വേണ്ടി ഒരുമിച്ച് പഠിക്കുക എന്നുള്ളത് തന്നെ ആയിരിക്കണം എന്ത് ഇനി വരാൻ പോകുന്ന നമ്മുടെ ടാർഗറ്റ്. ഇത്രയും എക്സാമുകൾക്ക് ഒരുമിച്ചാണ് ഡിഗ്രി പ്രിലിംസ് നടക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞ് പടയെന്നായിരിക്കും ഓരോ എക്സാമുകളുടെ മെയിൻസ് എന്ത് ചെയ്യാനായിട്ട് പോകുന്നത്, നടക്കാനായിട്ട് പോകുന്നില്ല. കാരണം മിക്ക എക്സാമുകളും 2027 ആദ്യം തന്നെ അല്ലെങ്കിൽ മാർച്ചോട് കൂടി തന്നെ അടുത്ത ലിസ്റ്റ് വരേണ്ട ഒരുപാട് എക്സാമുകളുണ്ട്. അപ്പോൾ പ്രിലിംസ് നമുക്ക് പെട്ടെന്ന് വരും, അടുപ്പിച്ച് തന്നെ നമുക്ക് എന്ത് വരും, ഈ പറയുന്ന പരീക്ഷകളിലെല്ലാം മെയിൻസ് എക്സാം 2026 അവസാനത്തോടു കൂടി അടുപ്പിച്ചായിരിക്കും നമുക്ക് നടക്കാനായിട്ട് പോകുന്നത്. സോ നമ്മുടെ ഫോക്കസ് ഈ എക്സാമുകളെല്ലാം എന്തായിരിക്കണം, ഒരുമിച്ചായിരിക്കണം. അതുകൊണ്ട് തന്നെ ഈ പ്രധാനപ്പെട്ട 6 ഡിഗ്രി ലെവൽ എക്സാമുകൾ ഒരൊറ്റ കോഴ്സിലൂടെ നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പോവാണ്, പഠിക്കാനായിട്ട് പോവാണ് അല്ലെ. നമ്മൾ ഒറ്റ പഠനത്തിലൂടെ ഈ പ്രധാനപ്പെട്ട എല്ലാ എക്സാമുകളെയും ഫോക്കസ് ചെയ്തുള്ള പഠനമാണ് നമ്മൾ ഇനി എന്ത് ചെയ്യേണ്ടത്, മുന്നോട്ട് പോകേണ്ടത് അല്ലെ. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി ബോർഡ്, എക്സൈസ് ഇൻസ്പെക്ടർ, സബ് ഇൻസ്പെക്ടർ, SBCID, അതുപോലെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ, ഈ പ്രധാനപ്പെട്ട പോസ്റ്റുകളെല്ലാം നമുക്ക് വരുന്നുണ്ട്. ഇതെല്ലാം എന്ത് ചെയ്യണം, നമ്മുടെ ടാർഗറ്റിൽ ഉണ്ടായിരിക്കണം അല്ലെ. എല്ലാത്തിന്റെ സിലബസ് ഓൾമോസ്റ്റ് സെയിം ആണ്. സ്പെഷ്യൽ ടോപ്പിക്സ് വേണ്ടതിന് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, സ്പെഷ്യൽ ടോപ്പിക് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പഠിച്ചാൽ മതി അല്ലെ. പ്രിലിംസ് ഒക്കെ കോമൺ ആണ്. മെയിൻസിന് ഓറിയന്റഡ് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പ്രിലിംസ് കവർ ചെയ്ത് പോകും. അപ്പോൾ ഈ എക്സാമുകൾക്ക് നമ്മൾ മെയിൻസ് ഓറിയന്റഡ് പഠിക്കുമ്പോൾ നിങ്ങൾ ഈ പറയുന്നത് പോലെ എല്ലാ രീതിയിലുള്ള പിന്തുണ, നിങ്ങൾക്ക് എന്ത് പഠിക്കണം എന്നുള്ളതിന്റെ ക്ലാരിറ്റി കുറവുണ്ട് എന്നുണ്ടെങ്കിൽ ഓരോ ദിവസവും എന്തെല്ലാം പഠിക്കണം എന്നുള്ള കൃത്യമായിട്ടുള്ളൊരു ഡെയിലി സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് ഉണ്ടായിരിക്കും. ഓരോ ദിവസവും എന്തെല്ലാം പഠിക്കണം, എപ്പോഴൊക്കെ എക്സാം അറ്റൻഡ് ചെയ്യണം, അതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി പ്ലാൻ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് സെക്ഷൻസ് ലൈവ് ഉണ്ടാവും, റെക്കോർഡഡ് ആവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും പഠിക്കുന്നവരാണെങ്കിലും എല്ലാം
ടൈം നിങ്ങൾക്കൊരു പ്രശ്നമാകത്തില്ല, ഉറപ്പായിട്ടും പഠിക്കാനായിട്ട് പറ്റും. അതുപോലെ ഇനി വരാൻ പോകുന്ന എക്സാമിൽ SCRT എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള അറിയാമല്ലോ. SCRT നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലേക്ക് നമുക്ക് SCRTയുടെ ന്യൂ SCRT ചാപ്റ്റേഴ്സ് എല്ലാം ചാപ്റ്റർ വൈസ് ക്ലാസ്സസ് ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. SCRT മാത്രമല്ല, SCRT കൂടാതെ കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് ഡെയിലി, വീക്ക്ലി, മന്ത്ലി ബേസിസിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ടോപ്പിക് വൈസ് കറണ്ട് അഫയേഴ്സ് സെക്ഷൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും, പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് പഠിച്ചു പോവുകയും ചെയ്യാം. അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുകയും ചെയ്യാം, റിവൈസ് ചെയ്യുകയും ചെയ്യാം. നിങ്ങൾക്ക് വേറൊരു പഠനം കറണ്ട് അഫയേഴ്സിന് വേണ്ടി ആവശ്യം വരത്തില്ല. ഇവിടുത്തെ സെക്ഷൻസ് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്താൽ മാത്രം തന്നെ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് എന്താണ്, സെറ്റാണ്. അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ പഠിച്ചു പോകാന്നുള്ള മാത്രമാണോ? അല്ല, പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് PSCയുടെ അതേ എക്സാം ഫോർമാറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യും കൂടി വേണം അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെയിലി നമുക്ക് റെഗുലറായിട്ട് തന്നെ മോക്ക് ടെസ്റ്റുകളും കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നതായിരിക്കും, ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. അത് എക്സാം അടുപ്പിച്ച് നമുക്ക് റിവിഷൻ സെക്ഷൻസ്, PYQ ഓറിയന്റഡ് റിവിഷൻ സെക്ഷൻസും എല്ലാം കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നതായിരിക്കും, നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ PYQന് വേണ്ടി തന്നെ നമുക്ക് ഒരു എക്സ്ക്ലൂസീവ് ബാച്ച് ഉണ്ട്. അതിൽ കൂടി ഓരോ ലെവൽ എക്സാംസിന്റെ സെപ്പറേറ്റ് PYQs നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും, ടോപ്പിക് വൈസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും സൗകര്യങ്ങൾ വരുന്ന ഈ ഒരു കോഴ്സ് മാക്സിമം നേരത്തെ പർച്ചേസ് ചെയ്യുക. പഠനം സ്റ്റാർട്ട് ചെയ്യേണ്ട ടൈം ഓൾറെഡി നമുക്ക് കഴിഞ്ഞു. ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഇതുകൊണ്ട് എല്ലാ നോട്ടിഫിക്കേഷനും കംപ്ലീറ്റ് ആവുകയാണല്ലേ പ്രധാനപ്പെട്ട എക്സാമ്പിളിലെ. പിന്നെ നമുക്ക് പെൻഡിങ് ഇല്ല. അപ്പോൾ എത്രയും വേഗം പഠിക്കേണ്ട ടൈമാണ്. പഠിച്ചു തുടങ്ങേണ്ട ടൈം എന്നേ കഴിഞ്ഞു. ഇനിയും പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വൈകിപ്പിക്കരുത്, പഠിച്ചു തുടങ്ങുക. നമുക്ക് ഒരുമിച്ച് ഈ ലക്ഷ്യത്തിലേക്ക് പോകാം. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന അപ്ഡേറ്റ്സ് എല്ലാം ഇനി അങ്ങോട്ട് നമ്മുടെ വീഡിയോസിൽ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അപ്കമിങ് വീഡിയോസിൽ കാണാം. സോ സി യു ഓൾ, ബൈ.